നമസ്കാരം. ട്രംപ് അധികാരത്തിലേറിയതോടെ അമേരിക്കൻ ടൂറിസത്തിന്റെ കാര്യവും കട്ടപ്പുകയായിരിക്കുകയാണ്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ എക്സ്ക്ലൂസീവ് ഡാറ്റ പ്രകാരം 2025 അമേരിക്കയുടെ ടൂറിസം വരുമാനത്തിൽ $12.5 ബില്യൺ നഷ്ടമാകുമെന്നും ഇത് വർഷം തോറും 7% ഇടിവ് രേഖപ്പെടുത്തുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വർഷാവസാനത്തോടെ സന്ദർശക വരുമാനം $169 ബില്യൺ താഴെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇത് 2019 22% ഇടിവിനൊപ്പമാകുമെന്നുമാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. WTTCയുടെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവുമായ ജൂലിയ സിംപ്സൺ ഈ പ്രശ്നത്തിന്റെ ഗൗരവം എടുത്തു പറയുന്നുണ്ട്. ടൂറിസത്തിന്റെ ഗണ്യമായ സാമ്പത്തിക കാൽപ്പാടുകൾ കണക്കിലെടുക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കാമെന്ന് സിംപ്സണും ഊന്നി പറയുന്നുണ്ട്. ഏകദേശം $2.6 ട്രില്യൺ, അതായത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ 9% ഈ മേഖലയാണ്. 20 ദശലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുകയും പ്രതിവർഷം ഏകദേശം $585 ബില്യൺ നികുതിയായി സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മാന്ദ്യത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാകുന്നുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ആരംഭിച്ച കോവിഡ് കാലഘട്ടത്തിലെ യാത്രാ നിയന്ത്രണങ്ങൾ തുടക്കത്തിൽ അന്താരാഷ്ട്ര സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. മാത്രമല്ല, സ്ഥിരമായി ഡോളർ ഇടിയാതെ നിന്നതും വിനോദസഞ്ചാരികളുടെ ചിലവ് ഉയർത്തിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ജപ്പാനിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള പ്രധാന സന്ദർശക ഗ്രൂപ്പുകളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്ക ആദ്യം എന്ന ട്രംപിന്റെ മുദ്രാവാക്യവും അനുബന്ധ കുടിയേറ്റ നയങ്ങളും യുക്രൈൻ വിഷയവും അമേരിക്കൻ ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട്. മാർച്ചിൽ ബ്രിട്ടനിൽ നിന്നുള്ള സന്ദർശനങ്ങൾ വർഷം തോറും 15% കുറഞ്ഞത്. അതേസമയം ജർമ്മൻ സന്ദർശനങ്ങൾ 28% കുറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സഞ്ചാരികളുടെ വരവ് 15% കുറഞ്ഞിട്ടുണ്ട്. സ്പെയിൻ, അയർലൻഡ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ 24-നും 33-നും ഇടയിൽ ഇടിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ന്യൂയോർക്ക് നഗരത്തിലേക്കുള്ള ഒഴുക്ക് മുൻ വർഷത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. 4 ലക്ഷം വിനോദസഞ്ചാരികളുടെ കുറവും $4 ബില്യൺ വരുമാനത്തിൽ കുറവും ന്യൂയോർക്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ 51ാമത്തെ സംസ്ഥാനം എന്ന പരാമർശവും താരിഫ് വർധനവും കാരണം 66% ബിസിനസ്സുകളും കനേഡിയൻ ബുക്കിംഗുകളിൽ ഗണ്യമായ കുറവുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ ടൂറിസം കോവിഡിന് മുമ്പുള്ള നിലയിലേക്ക് തിരിച്ചു വരാൻ കുറഞ്ഞത് 2030 വരെയെങ്കിലും എടുക്കുമെന്നാണ് WTTC ഇപ്പോൾ പ്രവചിക്കുന്നത്. US വാണിജ്യ വകുപ്പിന് കീഴിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കഴിഞ്ഞ മാസം വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ ഏകദേശം 12% കുറവാണ് ഉണ്ടായത്. ഫെബ്രുവരിയിൽ വർഷം തോറും 2% ഇടിവുണ്ടായതിനു ശേഷമുള്ള ഈ മാന്ദ്യം കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ ആദ്യ നാളുകളിൽ യാത്രാ ഇടിവ് അനുഭവപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ അർത്ഥവത്തായ ഇടിവാണ്. ഈ ഇടിവ് തുടർന്നാൽ ടൂറിസം വരുമാനത്തിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാകുമെന്നാണ് വ്യവസായ വിദഗ്ധർ കണക്കാക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളെക്കുറിച്ച് ചില സാധ്യതയുള്ള യാത്രക്കാരും ആശങ്കാകുലരാണ്.